ഹലോ ഫ്രണ്ട്സ്, ഒരു ഫോൺ എടുക്കാൻ വന്നതാണേ. 2 കടയുണ്ട്, നമുക്ക് മൈജിയിൽ കയറാവേ. ആക്ച്വലി എൻ്റെ ഫോൺ വിവോ ആയിരുന്നു. അത് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഒരു കുഴപ്പമില്ലാഞ്ഞ ഫോണാണ്. ഈ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കും, പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അത് പെട്ടെന്ന് അതിൻ്റെ ഡിസ്പ്ലേ പോയി കേട്ടോ. ഡിസ്പ്ലേ പോയി, ഇടയ്ക്ക് ഹാങ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം 2 ദിവസമൊക്കെ അടുപ്പിച്ച് എനിക്ക് ഫോണില്ലാതൊക്കെ ഇരുന്ന് ആകെ ബുദ്ധിമുട്ടായിരുന്നേ. അപ്പം ഒരു ഫോൺ മേടിക്കാമെന്നും പറഞ്ഞ് വന്നാ കേട്ടോ. വലിയ റേറ്റിലുള്ളതൊന്നും എടുക്കുന്നില്ല കേട്ടോ. അതാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് അത്യാവശ്യം ഈ വീഡിയോ അപ്ലോഡിംഗ് ഒക്കെ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. സാംസങ് ആണിപ്പോൾ നോക്കുന്നത്. ഇനി നിങ്ങൾ വീഡിയോ കണ്ടോ കേട്ടോ. നല്ല റേറ്റിലൊക്കെയുള്ള ഓരോ ഫോണൊക്കെ കാണിച്ചിരുന്നുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അത്രയും റേറ്റുള്ള ഫോണിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. പിന്നെ അത് അങ്ങോട്ട് നോക്കേണ്ട പോലും കാര്യമില്ല. ഞാൻ സ്റ്റാഫിനോട് പറഞ്ഞു കേട്ടോ, അയ്യോ അതൊന്നും നോക്കുകയേ വേണ്ട, നമുക്കതൊന്നും വേണ്ട, നമുക്ക് നമ്മുടെ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോൺ വാങ്ങാം. നമ്മുടെ വാവാച്ചൻ സ്റ്റാഫിനോടൊക്കെ പെട്ടെന്ന് ഇണങ്ങിയേ. ഒളിച്ചും പാത്തും ഒക്കെ അവരെ നോക്കുകയും പിന്നെ അതുവഴിയൊക്കെ ഓട്ടമൊക്കെ ആയിരുന്നേ. അങ്ങനെ നമ്മൾ ഗാലക്സി A26 5G 256 GB ഫോൺ സെലക്ട് ചെയ്തു. ഞാൻ വിചാരിച്ചത് 128 GB ഉണ്ടായിരുന്നു, A26 തന്നെ. അതെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇൻറ്റേർണൽ സ്റ്റോറേജ് കൂടുതലുള്ളത് എടുക്കാൻ ചേട്ടൻ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനിതെടുത്തതാണേ. അല്ലാതെ കൂടിയ വിലയുള്ളതൊന്നും മറ്റുള്ളവർ നോക്കുമ്പോൾ ഇതൊന്നും ഒരു വിലയല്ലായിരിക്കും. പക്ഷേ നമ്മൾ ഈ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ, പിള്ളേരെ നോക്കിയിരിക്കുന്ന അമ്മമാർക്കൊന്നും അത്ര അവരങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കുറേ പൈസയുടെ ഫോൺ മേടിച്ച് സാധാരണക്കാരായ ആൾക്കാർ, ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് പറയുവാണ്, അങ്ങനെ മേടിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുവേ. അപ്പം എന്തായാലും ഇതെടുത്തു കേട്ടോ. എൻ്റെ വിവോയുടെ സെറ്റ് 64 GB ആയിരുന്നു. അപ്പം പെട്ടെന്ന് ഒരു വീഡിയോ പെട്ടെന്നാണത് ഈ സ്റ്റോറേജ് ഇതാകുന്നത്. അപ്പം ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാരണം പെട്ടെന്ന് ഹാങ് ആകുകയും സ്റ്റോറേജ് ഒട്ടും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണമായിരിക്കും എനിക്ക് ആ ഫോൺ പെട്ടെന്ന് ഇത് അടിച്ചു പോയത്. അല്ലാതെ ഒരു കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഫോണ്. ഒത്തിരി വലിപ്പമൊന്നും ഇല്ലാതെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന ഫോണായിരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇതെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഫോൺ ഓപ്പൺ ചെയ്യുവാണ് കേട്ടോ. അതിൻ്റെ അൺബോക്സിംഗ് ആണിത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് അതിൻ്റെ കളറ്, എനിക്ക് ഈ കളറാണ് ഏറ്റവും ഇഷ്ടം. വൈറ്റ് കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലൂ, പക്ഷെ അത് വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് വൈറ്റാണ് എനിക്കിഷ്ടം. എങ്ങനെയുണ്ട്? നല്ലതല്ലേ ഇത് കാണാൻ? എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഭംഗി തോന്നിയേ. പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ റേഞ്ചിലുള്ളതുണ്ടായിരുന്നു, പക്ഷേ അതിന് വൈറ്റ് കളറില്ലായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അതേ എടുക്കത്തുള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞ 128 GB അതേ എടുക്കത്തുള്ളായിരുന്നു, വൈറ്റ് ഇല്ലായിരുന്നു. ചേട്ടൻ്റെ ഒരാളുടെ അഭിപ്രായം കൊണ്ട് ഞാനിതെടുത്തു കേട്ടോ. അപ്പം വില ഞാൻ പറയാം കേട്ടോ, ലാസ്റ്റ് പറയാവേ. ഇവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല സ്റ്റാഫാണ് കേട്ടോ. കൂളായിട്ട് നല്ല കമ്പനിയായിട്ടാണ് നമ്മളോട് സംസാരിച്ചതും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തത് ഫോണിൻ്റെ. അതുപോലെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ അവർ സബ്സ്ക്രൈബും ചെയ്തേ.
അവരോടുള്ള താങ്ക്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്, എല്ലാ സ്റ്റാഫിനും താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ആരും വിചാരിക്കരുത് കേട്ടോ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് ഞാൻ നല്ല സ്റ്റാഫാണെന്ന് പറഞ്ഞത് അങ്ങനെയാണെന്ന് ചിന്തിക്കരുതേ. കാരണം ചില കടകളിലൊക്കെ ചെന്ന്, സാധാരണ കടയിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റൊക്കെ ചെയ്യാൻ നേരത്തും അല്ലാതെയുള്ള സ്റ്റാഫിൻ്റെയൊക്കെ ഇടപെടൽ കണ്ടവർക്കും അവരോട് ഏതാണ്ട് കടം ചോദിക്കാൻ ചെന്നത് മാതിരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സ്റ്റാഫ് നല്ല സ്റ്റാഫാണ്. നമ്മളോട് ഇടപെടാനൊക്കെ എല്ലാവരും നല്ല സ്റ്റാഫാണ് കേട്ടോ. പിന്നെ പൈസയൊക്കെ കുറച്ച് ഡിസ്കൗണ്ടൊക്കെ ഏറെ കുറച്ച് കിട്ടിക്കാണും, അങ്ങനെ ആരും വിചാരിക്കേണ്ട. പൈസയൊക്കെ കറക്റ്റാണ്. പിന്നെ സ്റ്റാഫ് നല്ലതാണെങ്കിൽ അതെടുത്ത് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് ഫോൺ കിട്ടി കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാവേ. നമ്മളിപ്പം വീട്ടിലെത്തി. നമ്മുടെ കുട്ടി ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ്. മമ്മിക്ക് കുറച്ച് ദിവസം ഫോൺ ഇല്ലാതായിരുന്നപ്പം നമ്മുടെ ജിംറൂട്ടിയും പെട്ടുപോയായിരുന്നേ. ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചൊന്ന് പറയാം. ക്യാമറ 50 MB ആണ്. ബാക്കിൽ 3 ക്യാമറയുണ്ട്. അതിൽ 50 MB, 8 MB, പിന്നെ 2 MB ട്രിപ്പിൾ ക്യാമറയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ 13 MB ഫ്രണ്ട് ക്യാമറ. ഇപ്പം നെറ്റിനകത്തല്ല ഇതുണ്ട്. ആമസോണിലൊക്കെ എല്ലാവരും മേടിക്കുന്നൊക്കെ ഉണ്ട്. നെറ്റിനകത്ത് ഏത് ഫോൺ അടിച്ചു കൊടുത്താലുണ്ട്. എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഗാലക്സി A26 5G 8GB 8GB റാം 256GB സ്റ്റോറേജ്, ഇൻറ്റേർണൽ സ്റ്റോറേജ് കേട്ടോ. ഇത്രയൊക്കെയുള്ള ഫോണാണ് മേടിച്ചേക്കുന്നത്. ബാക്കി ബാറ്ററിയെക്കുറിച്ചും നമ്മുടെ സ്ക്രീനിനെക്കുറിച്ചും ഒന്നും എനിക്ക് പറയാനറിയില്ല. ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നുമേ അറിയത്തില്ല. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് അത് നമ്മൾ സ്വന്തമാക്കി വാങ്ങിച്ചു കേട്ടോ. ഇനി ഫോണിൻ്റെ റേറ്റ് പറയട്ടെ. ഈ ഫോണിൻ്റെ റേറ്റ് അവർ നമ്മളോട് പറഞ്ഞത് 29,000 ആണ്. 29,000 അവർ ഡിസ്കൗണ്ട് ചെയ്ത് 1000 രൂപ ഡിസ്കൗണ്ട് ചെയ്ത്. അങ്ങനെ ഓരോ ബാങ്കിൻ്റെ കാർഡ് വെച്ചെടുക്കുമ്പം 2000 രൂപ കുറവ് അങ്ങനെയുണ്ട് കേട്ടോ. EMI വെച്ച് ബാങ്കിൻ്റെ കാർഡ് വെച്ച്. അത് എല്ലാ ബാങ്കിങ്ങും ഒന്നുമില്ല. ചില ബാങ്ക് എനിക്ക് അത് കറക്റ്റായിട്ട് പറയാനറിയില്ല. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ. വേറൊന്നും ഞാൻ പറഞ്ഞല്ലോ, A26 തന്നെ ഇതിൻ്റെ നേർപകുതി GB ഉള്ളത്. അതിന് 26,000 ആണ് അവർ പറഞ്ഞത്. 1000 രൂപ അവർ എന്തായാലും കുറയ്ക്കും. അങ്ങനെയാണ്. അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പം ഇതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാനിതെടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ബൈ ബൈ, സി യു.